പരിഹസിച്ച് അമിത്ഷാ. തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ BJP പ്രചാരണ വേദിയിലായിരുന്നു പരാമർശം. സുരക്ഷിതമായ ആധുനിക കേരളം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കെട്ടിപ്പടുക്കും. തിരുവനന്തപുരത്തിന് വലിയ വികസനമാണ് കേന്ദ്രം സമ്മാനിച്ചത്. പക്ഷേ പിണറായി വിജയൻ എന്താണ് നൽകിയത്? പേര് മാറ്റുന്ന നടപടിയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയുടെ പേര് മാറ്റി ലൈഫ് മിഷൻ എന്നാക്കി. റോഡുകൾ നൽകിയത് കേന്ദ്രം, പക്ഷേ ഫ്ലെക്സ് വെച്ചതാകട്ടെ പിണറായി വിജയന്റേതും. ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. ഉടൻ പിണറായിക്ക് ജനങ്ങൾ ടാറ്റ പറയുമെന്നും അമിത്ഷാ പരിഹസിച്ചു. കുടകിൽ ട്രെക്കിങ്ങിനിടെ കാണാതായ ശരണ്യയെ കണ്ടെത്തി. 4 ദിവസത്തെ തെരച്ചിലിന് ഒടുവിലാണ് ശരണ്യയെ ഇന്ന് വൈകിട്ടോടെ കണ്ടെത്തിയത്. തടയണ്ടമോൾ മലയുടെ താഴ്വാരത്തിൽ നിന്ന് തന്നെയാണ് ശരണ്യയെ കണ്ടെത്തിയത്. ജില്ലാ പോലീസ് മേധാവി അടക്കം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ശരണ്യ എത്തിക്കും. കുടകിലെ തടിയണ്ടമോൾ കൊടുമുടി കയറാനിറങ്ങിയതായിരുന്നു ശരണ്യ. ഏപ്രിൽ 2-ാം തീയതി വ്യാഴാഴ്ചയാണ് ശരണ്യയെ കാണാതായത്. വ്യാഴാഴ്ച രാവിലെ വനംവകുപ്പിൽ നിന്നും അനുമതി വാങ്ങിയ ശേഷമായിരുന്നു ശരണ്യ ഉൾപ്പെട്ട സംഘം ട്രെക്കിങ്ങിനായി പുറപ്പെട്ടത്. എന്നാൽ ഇതിനിടെ ശരണ്യയെ കാണാതാവുകയായിരുന്നു. തൃശൂർ വാടനാപ്പള്ളിയിൽ BJP കിറ്റ് വിതരണം നടത്തിയെന്നാരോപിച്ച് UDF നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ഉൾപ്പെടെയുള്ള UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രദേശത്ത് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കിറ്റ് നൽകിയവർ ഇപ്പോഴും പുറത്താണെന്നും പ്രശ്നം ചൂണ്ടിക്കാട്ടിയവരെ അകത്താക്കുമെന്നും TN പ്രതാപൻ വിമർശിച്ചു. UDF പ്രതിഷേധത്തിനെതിരെ രംഗത്തെത്തിയ BJP പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വർക്കല ഹെലിപ്പാഡിന് സമീപമുള്ള ക്ലിഫിൽ നിന്നും യുവാവ് 60 അടി താഴ്ചയിലേക്ക് വീണു. തമിഴ്നാട് തിരുനെൽവേലി ശങ്കരൻകോവിൽ സ്വദേശിയായ ശരവണനാണ് അപകടത്തിൽപ്പെട്ടത്. ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. ലഭ്യമാകുന്ന പ്രാഥമിക വിവരങ്ങൾ പ്രകാരം മദ്യലഹരിയിലായിരുന്ന യുവാവ് ക്ലിഫിലെ സുരക്ഷാ വേലികൾ മറികടന്ന് താഴേക്ക് ചാടുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ വലിയ താഴ്ചയിൽ കുടുങ്ങിയയാളെ ഫയർഫോഴ്സ് സംഘം ഏറെ പരിശ്രമിച്ചാണ് മുകളിലെത്തിച്ചത്. നെറ്റും മറ്റു സുരക്ഷാ സംവിധാനങ്ങളും ഉപയോഗിച്ച് സാഹസികമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഓണത്തിനും ക്രിസ്മസിനും 2 സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുമെന്ന പ്രഖ്യാപനം. NDAക്ക് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. പാലക്കാട് കോങ്ങാട് മണ്ഡലത്തിലാണ് പ്രചരണത്തിനെത്തിയത്. സാമ്പത്തികമായി പിന്നോക്കമുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് 2500 രൂപ എല്ലാ മാസവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു. ഓണത്തിനും ക്രിസ്മസിനുമായി 2 സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകും. കോങ്ങാട് MLA ശാന്തകുമാരിയും പാലക്കാട് MP ശ്രീകണ്ഠനും മണ്ഡലത്തിനും ജനങ്ങൾക്കും വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി. മണ്ഡലത്തിലുള്ളവർക്ക് കുടിവെള്ളം പോലും കിട്ടുന്നില്ലെന്നും കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താത്ത MLA മണ്ഡലത്തിന് ആവശ്യമില്ലെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. വിവാദ പരാമർശത്തിൽ ഉറച്ചുനിന്ന് R ശ്രീലേഖ. താൻ DGP ആയിരുന്ന കാലത്ത് നിമിഷ ഫാത്തിമയുടെ കേസിലുൾപ്പെടെ ലവ് ജിഹാദിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നുവെന്നും ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ടാണ് മതപരിവർത്തനം നടക്കുന്നതെന്നും ശ്രീലേഖ ആരോപിച്ചു. വിവാഹം കഴിച്ച ശേഷം പെൺകുട്ടികളെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നതാണ് ലവ് ജിഹാദ് എന്ന് ശ്രീലേഖ പറഞ്ഞു. മാനനഷ്ട കേസ് ഫയൽ ചെയ്ത KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തോടെ തികച്ചും അടിസ്ഥാനരഹിതമായ വ്യാജാരോപണം ഉന്നയിച്ച ഹരിയാന സ്വദേശി ഗൗരവ് കുമാറിനെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ആരോപണമെന്നും തന്റെ സത്കീർത്തിയും പ്രതിച്ഛായയും തകർക്കുകയാണ് ലക്ഷ്യമെന്നും KC വേണുഗോപാൽ പരാതിയിൽ പറയുന്നു. കൊല്ലത്തെ ഗുണ്ട അസോസിയേഷൻ യോഗം. കെട്ടിടം സീൽ ചെയ്ത പോലീസ്. ജില്ലയിൽ ഗുണ്ട അസോസിയേഷൻ ഓഫീസ് തുറക്കാൻ ഉദ്ദേശിച്ച കെട്ടിടം സീൽ ചെയ്ത പോലീസ്. കെട്ടിട ഉടമയ്ക്കെതിരെ അന്വേഷണം നടത്തും. സംഘത്തിലെ ഒരാൾ നടത്തിയിരുന്ന ജിമ്മും അടച്ചുപൂട്ടി. റീൽ ചിത്രീകരിച്ച ഗുണ്ടകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതും പോലീസിന്റെ പരിഗണനയിലുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് കോളേജ് ജംഗ്ഷന് സമീപം ഓഫീസ് തുറക്കാൻ പദ്ധതിയിട്ടത്. ഓഫീസ് തുറക്കുന്നതിന് മുന്നോടിയായി ഗുണ്ടകളുടെ യോഗം ചേർന്നു. തോക്കുൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് യോഗത്തിന് ഗുണ്ടകൾ എത്തിയത്. ശബരിമലയിൽ മാത്രമല്ല സംസ്ഥാനത്തെ മറ്റു ക്ഷേത്രങ്ങളിലും സ്വർണ്ണക്കവർച്ച നടന്നു. തിരുവനന്തപുരം ശ്രീവരാഹം ക്ഷേത്രം, കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പുള്ളദേവി ക്ഷേത്രം, തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് സ്വർണം കാണാതായത്. കൊച്ചി ദേവസ്വം ബോർഡിന്റെ തൃശൂർ ഗ്രൂപ്പായ പഴുവം ദേവസ്ഥത്തിന് കീഴിലുള്ള പുള്ളുദേവി ക്ഷേത്രത്തിൽ 40 ഗ്രാം 500 മില്ലിഗ്രാം തൂക്കം വരുന്ന 7 സ്വർണ്ണമാലകളാണ് നഷ്ടമായത്. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ സ്വർണ്ണമകുടത്തിൽ നിന്ന് 663 മില്ലിഗ്രാം, ശ്രീവരാഹം ക്ഷേത്രത്തിലെ പൈതൃക മൂല്യമുള്ള 7.75 ഗ്രാം തൂക്കമുള്ള 2 മാലകൾ എന്നിവയും നഷ്ടമായി. വയനാട് ഫണ്ട് വിവാദം. പോലീസിൽ പരാതി നൽകി ദീപ്തി മേരി വർഗീസ്. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള വീട് നിർമ്മാണ ഫണ്ട് വിവാദത്തിൽ പോലീസിൽ പരാതി നൽകി കോൺഗ്രസ്.
ഫണ്ട് വിവാദത്തിൽ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. പാർട്ടിക്കെതിരെ ഉയർത്തുന്നത് വ്യാജ ആരോപണങ്ങളാണെന്നാണ് പരാതി.